ഇടുക്കി ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി മത്സരിക്കുന്നത്. ദേവികുളം, പീരുമേട്. പീരുമേട് മണ്ഡലത്തിൽ ഇത്തവണ എൻ.ഡി.എ കളത്തിലിറക്കിയിരിക്കുന്നത് ഒരു യുവ സ്ഥാനാർത്ഥിയാണ്. ജില്ലയിലെ ഒരു പ്രമുഖ നേതാവിനെ കൂടിയാണ്. ഇത്തവണ എന്താ ഒരു മാറ്റം ഉണ്ടാവുമോ പീരുമേട്ടിൽ? പീരുമേട്ടിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കേരളത്തിലൊരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ മാറ്റത്തിന്റെ അലയൊലി പീരുമേട്ടിലുണ്ടാവും, സംശയമില്ല. ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം സാധാരണ പീരുമേട് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് അത്ര സ്വാധീനമുള്ളൊരു മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല. എൽ.ഡി.എഫും യു.ഡി.എഫും മാറി മാറി വന്നിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരു എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു? ഇന്ന് ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പം പീരുമേട്ടിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ബി.ജെ.പിയെ പലപ്പോഴും എഴുതിത്തള്ളാൻ ശ്രമിച്ചതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് എത്രയോ മാറ്റം കേരളത്തിലുണ്ടായി. അപ്പോൾ കേരളത്തിലുണ്ടാകുന്ന മാറ്റം പീരുമേട്ടിലും ഇടുക്കിയിലുമെല്ലാം അതിൻ്റെ അലയൊലികൾ വരും. നിങ്ങൾക്ക് നല്ല ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് പീരുമേട്. പീരുമേട്ടിൽ ഞങ്ങൾക്ക് സംഘടനാപരമായി ശക്തമായ ഒരു അടിത്തറയുള്ള ഞങ്ങളുടെ ക്ലാസ് ഓഫ് തോട്ടിൽ വരുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു മണ്ഡലമാണ് പീരുമേട്. അപ്പോൾ സംഘടനാപരമായി അല്ല രാഷ്ട്രീയപരമായി ബി.ജെ.പിയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ജയിച്ചു വരാനുള്ള വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഈ രാഷ്ട്രീയപരമായി പരാമർശങ്ങൾ നടത്താത്തത്. അപ്പോൾ അതൊന്നും വിജയിച്ചു വരുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള മാനദണ്ഡമല്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ദേവികുളത്തെ രാജ കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പീരുമേട്ടിലെ വി.എസ്. രതീഷാണ്. അപ്പം യുവാക്കൾക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കാം ഇത്തവണ ഒരു പ്രചരണമായിട്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? യുവാക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ടും പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ ഒരു സ്ഥാപനം നിലവിൽ പീരുമേട്ടിലില്ല. അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ സാധ്യത വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ നാട്ടിലെ യുവാക്കൾ. അപ്പോൾ ടൂറിസം മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ടൂറിസം മേഖലയിൽ മാത്രമല്ല, ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇപ്പം തേയിലത്തോട്ടവും ഏലത്തോട്ടവും റബ്ബർ തോട്ടവും കൈതത്തോട്ടവും ഒക്കെയുള്ള, അതുപോലെ തന്നെ കുരുമുളകും എല്ലാ വിളകളുമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയിലും സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പോൾ ഇവിടെ ഏലം മേഖലയിൽ ഇപ്പോൾ കാർഡമം പ്ലാന്റേഷൻ നടത്തുന്ന അല്ലെങ്കിൽ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് വില മാത്രമാണ് ലഭിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഗുണങ്ങളെല്ലാം അനുഭവിക്കുന്നത് മറ്റു സ്ഥലത്ത് നിന്ന് വരുന്നവരോ അതല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ആ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തും. യുവാക്കൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും പുതിയ സംരംഭങ്ങൾ നമ്മൾ കൊണ്ടുവരും. അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കും. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകാതെ ഇവിടെ തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴായിരുന്നു അങ്ങയുടെ പേരുണ്ടായിരുന്നു. വി.എസ്. രതീഷ് എന്നുള്ളൊരു പേര് അപ്രതീക്ഷിതമായിട്ടാണോ കേട്ടത്? അത് മാത്രമല്ല, ആളുകളിലേക്ക് നമ്മുടെ മുഖം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം ഞാൻ ഏറ്റവും ഒടുവിലാണ് വന്നത്. അത് അപ്രതീക്ഷിതമായിരുന്നു. അതിനകത്ത് ആശ്ചര്യം എനിക്കുണ്ടായിരുന്നു. എങ്കിലും സംഘടന നമ്മളെ ഏൽപ്പിച്ചത് ഒരു വലിയ ദൗത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ ദൈനംദിനം ഇടപെടുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കൂടി കിട്ടുന്ന ഒരവസരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച് വന്നാലും ഞങ്ങളുടെ മുഴുവൻ സംഘടനാ സംവിധാനവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് തന്നെ നേരിട്ട് ചെല്ലാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ സമയങ്ങളിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവർക്കെല്ലാം എന്നെ സുപരിചിതമാണ്. അവരെല്ലാം എന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും സ്ഥാനാർത്ഥികൾ അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തനമായിട്ട് അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെ മറികടന്നുകൊണ്ട് ഈ തോട്ടം മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തെത്തിക്കുന്ന ഇപ്പോൾ ഞങ്ങളാണ്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ വഞ്ചന തുറന്നു കാണിക്കുന്നത് ഇപ്പോൾ ഞങ്ങളാണ്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പേടിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് തോട്ടം മേഖലയിലുള്ളത്. അവർ മുതലാളിമാരുമായി ചേർന്ന് ഈ തോട്ടം തൊഴിലാളികളെ വളരെ കാലങ്ങളായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടം മേഖലയിൽ ചെറുകിട കർഷകരുണ്ട്. ഈ തോട്ടം തൊഴിലാളികളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള 15 സെന്റും 20 സെന്റും ഇനി അര ഏക്കറും ഒക്കെ ഉള്ള ചെറുകിട കർഷകർ, അവരുടെ എല്ലാം ഇതിന്റെ ആധാരം, സ്ഥലത്തിന്റെ ആധാരം എവിടെയാണ്? അത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലുമൊക്കെയാണ്. അവിടെ കൊണ്ടുവച്ചിട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിലുള്ള സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്.
ഇത് ഈ ലോണ് ഇവരുടെ ആവശ്യത്തിന് മാത്രമല്ല എടുക്കുന്നത്, പാർട്ടി ആവശ്യത്തിന് ലോൺ എടുക്കേണ്ടി വരുമ്പോഴും ദേശാഭിമാനി പത്രം ചേർക്കേണ്ടി വരുമ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഒരാവശ്യത്തിന് ഒരു വിൽപ്പന നടക്കുന്ന സമയത്തോ മറ്റോ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾ വെട്ടിലായി എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള തോട്ടം മേഖലയിലെ യൂണിയൻ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ പറ്റിയൊക്കെ ഇപ്പോൾ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. തോട്ടം ഈ ലയങ്ങളിൽ ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും, 3ഉം 4ഉം തലമുറ ഒരു പഴഞ്ചൻ ലയങ്ങളിൽ താമസിക്കുകയാണ്. യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല. ഗ്യാസ് കണക്ഷൻ പോലും ഇല്ലാത്ത ലയങ്ങളുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? അവരുടെ വെൽഫെയറുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പറയുന്ന കമ്പനികൾക്കാണ്. അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ആരാണ്? ഈ സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തോട്ടം മേഖലയിലൊക്കെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി BJPക്ക് വളരെ കൃത്യമായ പ്ലാനും പദ്ധതിയുണ്ട്. അവരൊക്കെ കൂടെ നിൽക്കും ഇത്തവണ എന്നാണോ? 100% കൂടെ നിൽക്കും. എന്തായാലും പീരുമേട്ടിലെ NDA സ്ഥാനാർത്ഥി VS രതീഷാണ് നമ്മളോടൊപ്പം ചേർന്നത്. മാറാത്തത് മാറും എന്നവരുടെ മുദ്രാവാക്യം ഇവിടെ യാഥാർത്ഥ്യമാകും. പീരുമേട്ടിൽ NDAക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് രതീഷ് 24നോട് പറഞ്ഞിരിക്കുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.